എറണാകുളം ജില്ലാ കളക്ടർ രേണുരാജ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ജില്ലയിൽ അവൈലബിൾ ആയിട്ടുള്ള 2 മോട്ടറുകൾ ഇതിനു വേണ്ടി നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി അവിടെ നിന്ന് മൊബിലൈസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെ ആ മോട്ടറുകൾ നമുക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് ചെറിയ ഡീസൽ പമ്പുകളുടെ ആവശ്യമുണ്ട്. അത് ആവശ്യത്തിന് ലഭ്യമാക്കാൻ വേണ്ടി കൊച്ചി കോർപ്പറേഷന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി നാളെ ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് പകൽ സമയങ്ങളിൽ പൊതുജനങ്ങൾ പ്രത്യേകിച്ച് ബ്രഹ്മപുരവും അതിന് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കഴിയുന്നതും അത്യാവശ്യ സാഹചര്യങ്ങളിലല്ലെങ്കിൽ വീടിനുള്ളിൽ തന്നെ കഴിച്ചു കൂട്ടണം എന്നൊരു അഡ്വൈസറി നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അത് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. കടകളും സ്ഥാപനങ്ങളും അടച്ചിടാൻ വേണ്ടിയുള്ള ഒരു കർശന നിർദ്ദേശം കൊടുക്കുന്നില്ലെങ്കിൽ കൂടിയും നാളെ ഞായറാഴ്ച കൂടിയായ സാഹചര്യത്തിൽ കഴിയുന്നതും സ്ഥാപനങ്ങൾ അടച്ചിടുകയാണെങ്കിൽ ആളുകൾക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യം കുറയും. അപ്പോൾ ആ രീതിയിൽ പൊതുജനങ്ങളും സ്ഥാപന ഉടമകളും ഉൾപ്പെടെ സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയും PHC ഉൾപ്പെടെയുള്ള ആശുപത്രിയും നമ്മുടെ ജനറൽ ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പ്രത്യേകം ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ചുറ്റുപാടും താമസിക്കുന്നവർക്കോ അതല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ഫയർ ഫൈറ്റേഴ്സിന് ഉൾപ്പെടെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനുവേണ്ടി സജ്ജീകരിക്കാൻ പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബ്രഹ്മപുരത്തിന് അടുത്ത് തന്നെ കഴിയുന്നതും വേഗം ഒരു ഓക്സിജൻ കിയോസ്ക് കൂടി സ്ഥാപിക്കാൻ DMOയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ആ രീതിയിലുള്ള വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിട്ടില്ലെങ്കിൽ കൂടിയും 2 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ഫയർ ഫൈറ്റിംഗ് തുടരുന്ന സാഹചര്യത്തിൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് തയ്യാറാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക ഏരിയയിലെ തീ അണച്ചു എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ടില്ല. ഇന്നലെ ഉണ്ടായിരുന്ന സാഹചര്യം തീ ആളിക്കത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ തീ ആളിക്കത്തുന്നത് ഏതാണ്ട് പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ മാലിന്യ കൂമ്പാരത്തിന് അടിയിൽ നിന്ന് ഇതൊരു സ്മോൾഡറിങ് ഫയർ എന്നാണ് എക്സ്പേർട്സ് ഇന്നത്തെ മീറ്റിങ്ങിൽ പറഞ്ഞത്. അപ്പോൾ മാലിന്യ കൂമ്പാരത്തിൻ്റെ അടിയിൽ നിന്ന് തീ പുകഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോഴും ഏതാണ്ട് എല്ലാ സ്ഥലത്തും തന്നെ തുടരുന്നുണ്ടെന്ന് വേണം പറയാൻ. ഈ കൊച്ചി നഗരത്തിലെ മാലിന്യം നീക്കം ചെയ്യേണ്ട കുറച്ച് ദിവസത്തേക്ക് വീടുകളിൽ തന്നെ നിർത്തിയാൽ മതി എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കോർപ്പറേഷൻ എന്ന് പറഞ്ഞു. പക്ഷെ അത് കുറച്ചുകൂടി രൂക്ഷമാക്കുകയല്ലേ ചെയ്യുന്നത്? ഈ മാലിന്യ പ്രശ്നം പ്രതിസന്ധി ഒപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമാക്കില്ല, അതിനെന്താണ്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബ്രഹ്മപുരത്തേക്കുള്ള വഴിയിൽ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഉൾപ്പെടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മാലിന്യത്തിൻ്റെ വാഹനങ്ങൾ കൂടെ വന്ന് പ്രയാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ മറ്റ് മാലിന്യ സംസ്കരണ മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ വീടുകളിലും സ്ഥാപനങ്ങളിലും ജൈവമാലിന്യങ്ങൾ ഉൾപ്പെടെ ഒരു പരിധിക്കപ്പുറം സൂക്ഷിച്ചാൽ അത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നിലവിൽ തീയുടെ പ്രയാസമില്ലാത്ത ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് ഏരിയകൾ പരിശോധിച്ചിട്ട് മാലിന്യ നീക്കം എത്രയും പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. നാളെ തന്നെ പുനരാരംഭിക്കാൻ കഴിയുന്ന രീതിയിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഇന്ന് തന്നെ അത് പരിശോധിക്കും. വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ ഈ തീ പടരുന്ന സ്ഥലത്തല്ലാതെ മാലിന്യം എത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഇന്ന് തന്നെ അവർ പരിശോധിക്കും. നിലവിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ മുമ്പ് വിവിധ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ തുടങ്ങിയ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം, അങ്ങനെ 1-2 സ്ഥലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് വാഹന സൗകര്യം കൂടി പരിഗണിച്ച് ഒരു സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എയർഫോഴ്സിൻ്റെ കോയമ്പത്തൂർ സുലൂർ സ്റ്റേഷനുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള പക്ഷം നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 3 hours അവർ ഡിപ്ലോയ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നേവിയുടെ ഹെലികോപ്റ്റർ വന്ന് വർക്ക് ചെയ്തപ്പോൾ താഴെ നിന്ന് ഫയർ ഫൈറ്റിംഗ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ സിമിലർ സിറ്റുവേഷൻ റിപ്പീറ്റ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ട് തൽക്കാലം നമ്മൾ ഓൺ ഹോൾഡിലാണ്. പക്ഷേ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ലൈവായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം എല്ലാ വർഷവും ഇത് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അതിന്റെ ഇന്റൻസിറ്റി കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും അന്വേഷണം ഇന്ന് നടന്ന സംസ്ഥാന തലത്തിൽ നടന്ന യോഗത്തിലും ഇത് ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ തീപിടുത്തത്തിൻ്റെ കാരണം വിശദമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് കമ്മീഷണർക്ക് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് ആളുകൾ എത്തുന്നുണ്ടോ? നിലവിൽ വലിയ നമ്പേഴ്സിലോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസോ ആയിട്ടോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് DMO അറിയിച്ചിരിക്കുന്നത്.
ഇന്ന് രാവിലെ ഉണ്ടായ ഒരു സ്മോഗിന് സമാനമായ ഒരു സിറ്റുവേഷൻ നഗരത്തിൽ എല്ലായിടത്തും ഉണ്ടായി. പ്രധാനമായിട്ടും ഇന്നലെ പകൽ സമയം കത്തി മുകളിലേക്ക് ഉയർന്ന് പോകുക, രാത്രിയിലത്തെ ടെമ്പറേച്ചർ കുറഞ്ഞു വന്ന് വെളുപ്പിനെ ആയ സമയത്ത് താഴേക്ക് വരികയും സിറ്റി മൊത്തം ക്ലൗഡഡ് ആവുന്ന ഒരു സിറ്റുവേഷനുമാണ് ഉണ്ടായത്. അത് ഇന്ന് കുറച്ചുകൂടി പകലായതോടുകൂടി, സൂര്യൻ വന്നതോടുകൂടി അത് ഡിസപ്പിയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. 10 മണി വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ അത് ഡിസപ്പിയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ തോതിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്തതായിട്ട് DMO അറിയിച്ചിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ചുറ്റുപാടുമുള്ള ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉൾപ്പെടെ പ്രത്യേകം ഓക്സിജൻ അവൈലബിലിറ്റി ഉൾപ്പെടെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ ഈ തീ അണയ്ക്കാൻ കഴിയും? കൃത്യമായി ഒരു കണക്ക് ഇന്ന് ഫയർഫോഴ്സിനും പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ അഡീഷണൽ ഫെസിലിറ്റീസ് കൂടി കൊടുക്കുകയാണെങ്കിൽ നാളെ വൈകുന്നേരത്തോടു കൂടി ഏതാണ്ട് നല്ല രീതിയിൽ കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഫയർഫോഴ്സ് ആത്മവിശ്വാസം പറയുന്നത്. മറ്റ് ജില്ലകളിലേക്ക് ഇടയ്ക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് നമുക്ക് ഒഫീഷ്യലായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ റിലീസായിട്ടും തരാം.